നെന്മാറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സമ്പൂർണ്ണ മൂലകമായ മൾട്ടിമിക്സ് തളിച്ചു. തേവർമണി പാടശേഖരത്തിലെ 40 ഏക്കർ സ്ഥലത്താണ് ഡ്രോൺ ഉപയോഗിച്ച സ്പ്രേ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം നടപ്പിലാക്കിയത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ച സമയത്തായിരുന്നു. അതിനുശേഷം തുടർച്ചയായി മാറി മാറി വന്ന പല ഗവൺമെൻറ്റുകളും യന്ത്രവൽക്കരണം കൂടുതൽ വേഗത്തിലാക്കുകയും നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി യന്ത്രങ്ങൾ കാർഷിക മേഖലയ്ക്ക് വിഭാവനം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ മുൻകൂടെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കാർഷിക യന്ത്രങ്ങൾ കൃഷിഭവനുകളിലും പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ 50% പോലും ഉപയോഗസാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കർഷക മേഖലയിൽ തൊഴിലാളികളെ കിട്ടാത്തൊരു കാലഘട്ടം. മരുന്നടിക്കാൻ, വിളയിറക്കാൻ, ഞാറ് വലിക്കാനും ഞാറ് നടാനും പോലും തൊഴിലാളികളെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് കാർഷിക മേഖലയിൽ പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ അഭാവം മുഴച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പുമൊക്കെ കർഷകരിലേക്ക് കൂടുതൽ യന്ത്രവൽകൃതമായ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. രാസവളങ്ങളും മറ്റും സസ്യങ്ങൾക്ക് നേരിട്ട ഇലയിലൂടെ ലഭിക്കുന്നതിനാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രദേശത്ത് ചുരുങ്ങിയ ചെലവിൽ വളപ്രയോഗം നടത്താൻ കഴിയുമെന്ന് കൃഷി അധികൃതർ പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR നാരായണൻ, കൃഷി ഓഫീസർ V അരുണിമ, V ലിഖിത, K വേലായുധൻകുട്ടി, K സുദേവൻ എന്നിവർ സംസാരിച്ചു.